എമ്പുരാൻ കൊളുത്തിവിട്ട വിവാദം കേരളത്തിൽ ഇപ്പോഴും അതുപോലെ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിനു ശേഷമുള്ള എഡിറ്റഡ് വേർഷൻ ഏപ്രിൽ 3 വൈകുന്നേരത്തോടെ എല്ലാ തിയേറ്ററുകളിലും എത്തി. സംഘപരിവാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടും മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരായ വിമർശനം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. മോഹൻലാലിന് വിമർശനമുണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണം പൃഥ്വിരാജിനെതിരായിട്ടായിരുന്നു. സാധാരണ അണികൾ മുതൽ നേതാക്കൾ വരെ എമ്പുരാന്റെ സംവിധായകനായ താരത്തെ വ്യക്തിപരമായി തന്നെ വിമർശിക്കുന്ന സ്ഥിതിയാണുള്ളത്. വിമർശനം പലപ്പോഴും അധിക്ഷേപങ്ങളിലേക്കും അസത്യ പ്രചരണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് വിരുദ്ധ പ്രചരണം നടക്കുമ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയവും എടുത്തിടുന്നുണ്ട്. പ്രമുഖ സംഘപരിവാർ അനുകൂല പേജുകളടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ദിലീപ് ഓൺലൈൻ എന്ന ദിലീപ് ആരാധക കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് പേജിന് കീഴെ വരുന്ന കമന്റുകളിലും ഇത്തരം ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയെന്ന പ്രചരണം പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയെന്ന പ്രചരണം തുടക്കം മുതൽ തന്നെ സിനിമാ ലോകത്തുണ്ട്. പൃഥ്വിരാജ് നായകനായി ഉണ്ടെങ്കിൽ വേറെ ആരും അഭിനയിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട് അമ്മ. അതിന്റെ പുറകിൽ ദിലീപാണോ എന്നറിയില്ല. പക്രു നായകൻ എന്ന് പറഞ്ഞാണ് വിനയൻ എല്ലാവരെയും അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ആ വിലക്ക് പൊട്ടിച്ചത് എന്നാണ് സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായം. തുളസിദാസ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങി ദിലീപ്. പിന്നെ ഡേറ്റ് പ്രശ്നം മൂലം ഷൂട്ടിംഗ് നീണ്ടുപോവുകയും ആ പടം ഡ്രോപ്പുമായി. അപ്പോൾ വിനയന്റെ നേതൃത്വത്തിലുള്ള മാഗ്ഡ ഫെഡറേഷൻ അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഇതിനെ അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാൾ പൃഥ്വിരാജാണ്. അതിനുശേഷമാണ് പൃഥ്വിക്ക് അപ്രഖ്യാപിത വിലക്ക് വരുന്നത്. പിന്നീട് വിനയന്റെ സത്യം, അത്ഭുത ദ്വീപ് ഒക്കെ ചെയ്താണ് പൃഥ്വി തിരിച്ചു വന്നത് എന്നും സിനിമാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം കുഞ്ചാക്കോ ബോബൻ, പിന്നെ പൃഥ്വി, ഇവർ രണ്ടുപേരും മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. രണ്ടുപേർക്കും പുള്ളി അല്ലറ ചില്ലറ പണികളും വെച്ചു കൊടുത്തിട്ടുണ്ട്. അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോയൊന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സിനിമാ നിരീക്ഷകർ വെളിപ്പെടുത്തുന്നു. ദിലീപിന് കേസായതുകൊണ്ട് കൂടിയാണ് പൃഥ്വിയുടെ കരിയർ ഗ്രാഫ് ഉയർന്നത്. ഒരുപക്ഷെ ദിലീപ് പഴയ ഫോമിൽ ആയിരുന്നേൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ലായിരുന്നു എന്ന് പോലും തോന്നാറുണ്ട്. അവസരം കിട്ടിയപ്പോൾ എല്ലാം പൃഥ്വി ദിലീപിന് എതിരായിരുന്നു. കിട്ടിയ അവസരം പൃഥ്വി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും ഇന്ന് തികച്ചും അന്യരെ പോലെ സിനിമയിൽ നിലകൊള്ളുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായവും ശക്തമാണ്. എന്നാൽ പൃഥ്വിയുടെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ തന്നെ ഈ വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാതെ ദിലീപിന്റെ പേര് ഈ അടുത്ത കാലത്തും മുമ്പുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ദിലീപ് അവന് നേരെ എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ലെന്നാണ് മല്ലിക സുകുമാരൻ അന്ന് പറഞ്ഞത്. പൃഥ്വിരാജിനെതിരെ താൻ ഒരിക്കലും നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. പൃഥ്വിരാജും താനും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണെന്നും ഏതെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ പൃഥ്വിരാജിന് വന്നത് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അതിന്റെ ആവശ്യം തനിക്കില്ലെന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരായ ആയുധമായി ദിലീപിനെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ഏറ്റെടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ദിലീപ് ഇത് ചെയ്ത് കാണില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും. അത്രയ്ക്ക് മണ്ടനാണ് ദിലീപ് എന്ന് ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ടുണ്ട് ദിലീപിനെ എല്ലാവരും എന്നാണ് രഞ്ജിത്ത് അയോധ്യ വെളിപ്പെടുത്തുന്നത്. ദിലീപിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അതിന്റെ മുൻപന്തിയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ദിലീപിനെ ഒഴിവാക്കേണ്ടത് പൃഥ്വിരാജിന്റെ ആവശ്യവുമായിരുന്നു. ആ സമയത്ത് ദിലീപിന്റെ സ്ഥാനത്താണ് പൃഥ്വിരാജ് മോഹൻലാലുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതും ദൈവം പോലും പൃഥ്വിരാജിനെ കൈവിട്ടു. ദിലീപിന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും
ഇന്ന് മകന് വേണ്ടി മല്ലിക സുകുമാരനെങ്കിലും രംഗത്തിറങ്ങിയില്ലേ എന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ എമ്പുരാൻ സിനിമ അതിന്റെ മാസ്മരിക ലെവലിൽ നിൽക്കുമ്പോൾ ദിലീപ് ഒഴികെ എല്ലാ പ്രമുഖ നടന്മാരുടെയും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോസ്റ്ററും മറ്റും നിറഞ്ഞു നിന്നു. അല്ലെങ്കിൽ എമ്പുരാൻ പ്രൊമോഷന് വേണ്ടി അവരെ പൃഥ്വിരാജ് ഉപയോഗിച്ചു. തന്റെ ദിലീപ് വിരോധം വീണ്ടും വെളിവാക്കിയപ്പോൾ ദിലീപ് ഫാൻസ് ഒന്നടങ്കം അമർഷത്തിലാണെങ്കിലും സിനിമ വിജയിപ്പിക്കണമെന്നാണ് ദിലീപ് ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലും കമന്റുകൾ സജീവമാണ്.